കോർട്ട് ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ് അദ്ദേഹം കുറ്റക്കാരനല്ല. എന്റെ ഫാദർ കുറ്റക്കാരനല്ല എന്നുള്ളത് കോടതി ഡിസൈഡ് ചെയ്ത കാര്യം. പക്ഷെ ആരാണ് അതിന്റെ കുറ്റക്കാരൻ എന്ന് കോടതി ഡിസൈഡ് ചെയ്തിട്ടില്ല. അത് ഇല്ല. അല്ല, അത് ആരാണെങ്കിലും അതിനകത്ത് വന്ന ആരാണെങ്കിലും ഇപ്പൊ അതിനകത്ത് 2011 മുതൽ 2016 വരെയുള്ള കേരളത്തിലെ ഏറ്റവും സുവർണകാലം എന്ന് അറിയപ്പെട്ടിരുന്ന വികസനത്തിന്റെ ഒരു പറദീസിയായി ഇരുണ്ട കാലം എന്നാണ് നികേഷ് കുമാർ പറയുന്നത്. ഇരുണ്ട കാലം എന്ന് പറഞ്ഞ് പുള്ളി വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തു. മരിച്ചവരെ പോലും തിരിച്ചിട്ടു. എന്തോ ബുദ്ധി വെച്ചിട്ട് അദ്ദേഹം എന്റെ പിതാവിനെ വെച്ചിട്ടില്ല. കാരണം പിന്നെ അതൊരു ഔട്ട്ക്രൈ ഉണ്ടാകും എന്ന് പേടിച്ചിട്ടായിരിക്കാം. മരിച്ച പ്രിയപ്പെട്ട നമ്മുടെ ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവരെ, ഇബ്രാഹിം കുഞ്ഞ് അടക്കമുള്ളവരെ അതിനകത്ത് ഉൾപ്പെടുത്തി. അത്രയ്ക്ക് ശരിക്കും പറയാം ഇരുണ്ട കാലത്തിന്റെ സൃഷ്ടാവ് ശ്രീ നികേഷ് കുമാറാണ്. ഈ ഇരുണ്ട കാലത്തിന്റെ സൃഷ്ടാക്കളിൽ ഒരാൾ നികേഷ് കുമാറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം പറയുകയാണ് ഇപ്പൊ ഇനി ഇരുണ്ട കാലത്തിലേക്ക് പോകണ്ട. ഇപ്പൊ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? UDF വന്നാൽ ഞങ്ങൾ വീണ്ടും ഇരുണ്ട കാലം ഉണ്ടാക്കും. എങ്ങനെ? അടുത്ത മുഖ്യമന്ത്രിക്കെതിരെയും ഇതേപോലെ ഗൂഢാലോചന നടത്തി ഞങ്ങൾ ഇരുണ്ട കാലം ഉണ്ടാക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരാംശം. അല്ലെങ്കിൽ വികസനത്തിന്റെ കാര്യത്തിൽ എവിടെയാണ് കേരളം പുറത്തു വന്നിരുന്നത്? ഈ പറയുന്ന ഒരു കേസിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു പുകമറ, അത് ഇടതുപക്ഷം ഉണ്ടാക്കിയ ഒരു പുകമറയാണ്. ആ പുകമറ മാത്രമാണ് ഇരുണ്ട കാലം എന്ന് പറയുന്നത്. അങ്ങനെ ഇരുട്ടിലാക്കി.